ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു കേക്ക് ഉണ്ടാക്കാമേ. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പച്ച മാങ്ങയാണ്. അത് മൂവാണ്ടൻ മാങ്ങയാണ്. ചെറുതായിട്ടൊന്ന് ചെനച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ പഴുത്ത ഫോമിലുള്ളതല്ല, ചെനച്ച മാങ്ങ. അതിൽ നിന്ന് 4 എണ്ണം എടുത്ത് തൊലിയെല്ലാം മാറ്റി ഗ്രേറ്ററിൽ, വലിയ ഹോൾസുള്ള ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണേ. അതിലേക്ക് അപ്പം നല്ല പുളിയുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് ഉണ്ടായിരുന്നു മാങ്ങ ഗ്രേറ്റ് ചെയ്ത് കിട്ടിയപ്പോഴേ. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി കൈ ഉപയോഗിച്ച് തിരുമ്മി വെക്കുക. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കുമ്പോഴേ ഈ പരുവത്തിൽ കിട്ടും. അതായത് അതിൽ നിന്ന് വെള്ളം വിട്ട് നല്ലൊരു ഫോമിൽ, നല്ല മധുരമാകട്ടോ ഇപ്പോഴാ വെള്ളത്തിനൊക്കെ, ആ ഫോമിൽ കിട്ടും. ഇനിയും നമ്മളൊരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കാം. ആ നെയ്യിലേക്ക് ഈ എടുത്ത് നമ്മൾ വെച്ചിരുന്ന മാങ്ങയുണ്ടല്ലോ, അതും പഞ്ചസാരയും കൂടെയുള്ള കൂട്ടിടാം. ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതായത് അധികം അങ്ങ് കുറുകി പോവേണ്ട, അലുവ പരുവൊന്നും ആവരുത്. എന്നാൽ നമുക്ക് കോരിയെടുക്കാൻ പാകത്തിന് കിട്ടുകയും വേണം. അത്രയ്ക്ക് വെള്ളം മാറ്റിയാൽ മതിയേ. അത് കഴിയുമ്പോഴത്തേക്കിന് റൂം ടെമ്പറേച്ചറിലേക്ക് ആറാനായി വെക്കാം. അതിൽ നിന്നും 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. 1 കപ്പ് മാങ്ങ വിളയിച്ചതെടുത്തു. അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് 1 സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫേസ്ബുക്കിൽ മോളമ്മ മാത്യൂസ് എന്ന എൻ്റെ പേജിനെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മൈദ 2 മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അതിനെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയത് 1 പാക്കറ്റ് 10 രൂപയുടെ 1 പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്യണേ. ഇത് ആ കേക്കിന് എപ്പോഴും ഒരു ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പം അതും കൂടെ ഇട്ട് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി വെക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു അരിപ്പയിലൂടെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചാലും നല്ലതാണ്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ 1 കപ്പ് പഞ്ചസാര 2 നുള്ളു ഉപ്പും ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായത് 6 കോഴിമുട്ടകളാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. പിന്നെ വാനിലയുടെ ബുഷിൻ്റെ എസൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ച് ഡ്രൈ ആയ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം. അതും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. നല്ല ക്രീമി പരുവത്തിലേക്ക് ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ആദ്യമേ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങയും സൺഫ്ലവർ ഓയിലും കൂടെ ഉള്ള കൂട്ടില്ലേ, അത് മുഴുവനായിട്ടും ഈ ബീറ്റ് ചെയ്തുകൊണ്ട് വന്ന മുട്ടയിലും പഞ്ചസാരയുടെയും കൂട്ടിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വേണം നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാൽപ്പൊടിയും കൂടെ ഉള്ള ഡ്രൈ മിക്സ് ആഡ് ചെയ്യാനായിട്ട്. അത് 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. അങ്ങനെ അതും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പാലാണ്. അത് തിളപ്പിച്ച പാലാണ്. ആ പാലും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ മാറ്റാം. ഇനിയും സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തത് 2 ടീസ്പൂണോളം വൈറ്റ് വിനിഗറാണ്. അതും കൂടെ ആഡ് ചെയ്ത് സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പർ വിരിച്ചിരിക്കുന്ന ട്രേ ഉണ്ടല്ലോ, ആ ട്രേയിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിനൊക്കെ മുമ്പായിട്ട് ഞാൻ നമ്മുടെ ഓവനെ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്തത്. 170 ഡിഗ്രിയിലാണ്. ഇനി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതും എനിക്ക് 40 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. 40 മിനിറ്റ്സിൽ 170 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുത്തത്. നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. കാരണം ഞാനും ഇത് പരീക്ഷണാർത്ഥം ഉണ്ടാക്കി നോക്കിയതാണ്. വിജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കും ഉറപ്പില്ലായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനകത്ത് ഏതായാലും മാങ്ങയുടെ സീസൺ വരികയാണ്. നമ്മുടെയൊക്കെ മാവിൽ മാങ്ങ കാണുമല്ലോ. ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു വ്യത്യാസം നമുക്കും ആകാമല്ലോ. എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് പോലത്തെ കേക്കുകൾ മാത്രമല്ല, ഇങ്ങനെയും ചെയ്യാമെന്ന് ഒരു പരീക്ഷണം. അത്രയേ ഉള്ളൂ. താങ്ക്
എങ്ങനെയുണ്ട് പൂപ്പിച്ച? നല്ലതാണ്. ഇത് എന്താ റോ മാംഗോ ആണെന്നറിയോ, പച്ചമാങ്ങയാണെന്നറിയോ? ഇല്ല. ഓക്കെ, താങ്ക് യു.